ഈ അങ്ങ് കുറേ പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചെങ്കിൽ ഇടയ്ക്ക് ആരെയോ ഭയപ്പെട്ട് നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിൽ അതൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ഒരു പ്രത്യേക ലൈസൻസിങ് എടുത്തിട്ട് നമ്മൾ മറ്റേ ഇൻ്റർനാഷണൽ കമ്പനികൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയില്ലായിരുന്നു. അതായത് ഒരു 2-3 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് തന്നെ നമ്മളെല്ലാം റെഡ് ലൈറ്റ്. ഇല്ല, അതിലേക്ക് പോയേ പറ്റൂ. കാരണം ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമാണ്, അതിലേക്ക് പോയി തന്നെ ആകണം. അതിനുവേണ്ടി അപേക്ഷകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ എല്ലാവരും കൂടി വിഷമത്തിലാക്കാൻ ഒരെണ്ണം സെറ്റ് ചെയ്യണമെങ്കിൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ വരണം. സാധാരണക്കാർക്ക് പറ്റും. സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല. പിന്നെ സൊസൈറ്റികൾ വരണം, കമ്പനികൾ വരണം. അപ്പോൾ കുത്തകകൾക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കിട്ടുന്ന അവധി വരെ പോട്ടെ. അപ്പോൾ ഇന്ത്യയിൽ ഹരിയാനയിൽ എവിടെയോ സ്ഥലത്തെ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തമിഴ്നാടൊക്കെ ചെയ്തു വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പിന്മാറിയതാണ്. അല്ലാതെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഡ്രൈവിങ്ങാണ്. ഇപ്പം ലൈസൻസ് ഒരുപാട് വൈകുന്നല്ലോ. വൈകുന്നതല്ല, കാരണം 40 എണ്ണേ ഒരു ദിവസം കൊടുക്കുള്ളൂ. കാരണം സ്ട്രിക്റ്റ് ആണ്. കാരണം കേരളത്തിൽ, ഇന്ത്യയിൽ ജയിക്കുന്ന ശരാശരി കേരളത്തിൽ 49 മുതൽ 52% വരും. അങ്ങനെ ആക്കി. മറ്റേ 99.9% ജയിക്കുമായിരുന്നു. ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓടിക്കണ്ട. വരുന്ന 114 പേര് വന്നു. 114 പേരിൽ ഒരാളൊഴിച്ചും 13 പേർക്കും ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം 12 പേർക്ക് ഹെവി ലൈസൻസ് കൊടുക്കുന്നു. 48 വണ്ടികൾ അദ്ദേഹം പരിശോധിക്കുന്നു. ബ്രേക്ക് ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ എന്ന് 48 വണ്ടി. അത്ര അത്ഭുതകരമായ, നമ്മൾ ഈ പുരാണത്തിൽ കർത്തവ്യാർജുനൻ എന്ന് പറയും, 1000 കരങ്ങളുള്ള ഒരു അസുരനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഒരു അസുരൻ അങ്ങനെ പലരും കൊടുത്തിരുന്നു. അത് നിന്നു. ഇപ്പം വളരെ ഇതാണ്. കാരണം കേരളത്തിലെ ലൈസൻസിന് ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ട്. ആയോ കേരളത്തിൽ? അല്ല, അങ്ങനെയാണ്, തീർച്ചയായിട്ടും കിട്ടും. വിദേശത്തൊക്കെ ഇന്ത്യയിലെ ലൈസൻസിന് വിലയില്ലായിരുന്നു. വിലയില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ ലൈസൻസിന് വിലയുണ്ട്. കാരണം നമ്മൾ വളരെ ഡെയിലി ടെലിഗ്രാഫിൻ്റെ ഡൽഹി ലേഖകൻ ഡൽഹി ലൈസൻസിന്റെ കഥ അന്ന് ലണ്ടനിലെ പത്രത്തിൽ എഴുതി വായിച്ച് നാണം കെട്ട് തൊലിഞ്ഞു പോയിട്ടുള്ള ആളാണ്. ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്ന സംസ്ഥാനമുണ്ട്. നാഗാലാൻഡിലൊക്കെ വണ്ടി കൊണ്ടുപോകണ്ടല്ലോ, വണ്ടി കാണണ്ടല്ലോ, വേണ്ട. ഇവിടെ ഇരുന്ന് ഫോൺ നമ്പർ അയച്ച് അടിച്ചു കൊടുത്താൽ അവരവിടുന്ന് നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടി ചെയ്ത് കൊടുക്കും. അതൊക്കെ ഇന്ത്യയിൽ നിർത്തേണ്ട കാര്യങ്ങളാണ്.